യാതൊരു പരിചരണവുമില്ലാതെ കാടുപോലെ തൊടികളിൽ തഴച്ചു വളർന്നിട്ടും അത്രയേറെ ഔഷധ ഗുണങ്ങളാൽ വേരു മുതൽ പൂവ് വരെ തളർത്തിട്ടും ചെമ്പരത്തി പോലെ നമ്മുടെ തൊടികളിൽ അരികുവൽക്കരിക്കപ്പെട്ട മറ്റൊരു സസ്യം വേറെ ഇല്ലെന്ന് തന്നെ പറയാം. ഫാർമേഴ്സിന്റെ തുടക്കത്തിൽ തന്നെ ഫാമിലേക്ക് വേണമെന്ന് കരുതിയ കാർഷിക വിളയാണ് ചെമ്പരത്തി. 2017 ഫാമിൽ ഏകദേശം 100ഓളം ചെമ്പരത്തി തൈകൾ നട്ടുപിടിപ്പിച്ചു. ഏകദേശം 6 മാസം കൊണ്ട് തന്നെ വിളവെടുപ്പും തുടങ്ങി. കേരളത്തിനൊരു മികച്ച ഒരു കാർഷിക വിള എന്നുള്ള നിലയിൽ ചെമ്പരത്തിയെ പരിഗണിക്കാവുന്നതാണ്. അത്രയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഈ പൂവിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാം. നമ്മളുടെ ദൈനംദിനം ഉപയോഗിക്കുന്ന ചായയുടെ ബദലായിട്ട് ചെമ്പരത്തി പൂവിൽ നിന്ന് നമുക്ക് ചായ ഉൽപ്പാദിപ്പിക്കാം. നല്ല സർബത്തുകൾ ചെയ്യാം, നല്ല ജാം ഉണ്ടാക്കാം. കർഷകർക്ക് വളരെയധികം സാമ്പത്തിക മെച്ചമുണ്ടാക്കാനുള്ള, എന്നാൽ കാർഷിക വിള എന്നുള്ള നിലയിൽ അത്രയും അധ്വാനം ആവശ്യമില്ലാതെ വിളയിച്ചെടുക്കാവുന്ന ഒരു ചെടിയും കൂടിയാണ് ചെമ്പരത്തി. ചെമ്പരത്തിക്ക് വളരെയധികം ഔഷധ ഗുണങ്ങളുണ്ട്. ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിൽ ധാരാളം പ്രൊഡക്റ്റുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. ഇതുകൊണ്ട് കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് അധികം ജലം ഉപയോഗിക്കാതെ കൃഷി ചെയ്യാവുന്ന ഒന്നുകൂടിയാണ് ചെമ്പരത്തി. ഒരുപാട് കീട ആക്രമണങ്ങളൊന്നും ഇല്ലാത്ത ഒരു ചെടി കൂടിയാണ് ചെമ്പരത്തി. അതുകൊണ്ട് തന്നെ കർഷകർക്ക് കൂടുതൽ ശ്രദ്ധ ആവശ്യമില്ലാതെ തന്നെ കൃഷി ചെയ്യാവുന്ന ഒരു വിഭവം എന്നുള്ള നിലയിൽ, ഒരു കാർഷിക വിഭവം എന്നുള്ള നിലയിൽ ചെമ്പരത്തി വളരെയധികം കേരളത്തിൻ്റെ സാഹചര്യത്തിൽ കൃഷി ചെയ്യാനുള്ള ഏറ്റവും നല്ല വിളയാണ്.